പരിക്കേറ്റ പാലക്കാട്ടെ PT5 എന്ന കാട്ടാനയ്ക്ക് ചികിത്സ തുടരുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24 പറഞ്ഞു. വിദഗ്ധർ പരിശോധിച്ചാണ് ചികിത്സ നടത്തുന്നത്. വനംവകുപ്പിനെതിരെ തീവ്ര നിലപാട് സ്വീകരിക്കുകയാണ് ചിലരെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. മന്ത്രിയുടെ വാക്കുകൾ: ഈ PT5-ൻ്റെ ആരോഗ്യനില എന്താണ്? മാത്രമല്ല സർക്കാർ ഈ ആനയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു, ചികിത്സ നൽകുന്നില്ല എന്നൊക്കെയുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ആനപ്രേമികളുടെ നേതൃത്വത്തിൽ. ഒന്നാമത് ഈ നമ്മുടെ ആളുകൾ, ജനങ്ങൾ പലതരത്തിൽ എക്സ്ട്രീമായി ചിന്തിക്കുന്നവരാണ്. PT5 എന്ന പേരിൽ അറിയപ്പെടുന്ന ആന അത് കണ്ടെത്തിയ കാലം മുതൽ അത് കണ്ണിന് അസുഖമുള്ളൊരു ആനയാണ്. ആ ആനയെ പിടികൂടി വിദഗ്ധ ചികിത്സ നൽകുന്നതിന് മൃഗസംരക്ഷണ വകുപ്പിലെ മിടുക്കന്മാരായ ഡോക്ടർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കൂടുതൽ നല്ല നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രചരണം ആനയെ ചികിത്സിക്കുന്നില്ല. PT5-ൻ്റെ നേരത്തെയുള്ള ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഇതെന്താണ്, ഏത് രീതിയിലാണിത്? പ്രശ്നങ്ങൾ വളരെ പർവ്വതീകരിച്ച് വികാരപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യമാണ് എന്ന് തോന്നും വിധത്തിലാണ് പ്രചരണം നടക്കുന്നത്. ഇപ്പോൾ വനംവകുപ്പ് താങ്കൾ പറഞ്ഞതുപോലെ വന്യജീവികളെയും വനത്തെയും സംരക്ഷിക്കുന്ന കടമ മാത്രം നിർവഹിച്ചാൽ പോരാ. ഭരണഘടന അനുവദിക്കുന്ന ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള കടമയും നിർവഹിക്കേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. നമ്മുടെ മന്ത്രി വിശദമായിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞെന്ന് തോന്നുന്നു, വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ്. SK ഈ PT5-ന് ചികിത്സ നിഷേധിക്കുന്നു, PT5-നെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് എന്നുള്ള പ്രചരണം നടക്കുന്നുണ്ട്. പാലക്കാട് നിന്നും നമ്മുടെ പ്രതിനിധി ഷംനയാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PT5-ൻ്റെ ആരോഗ്യനില PT5-നെ പിടിക്കുന്ന സമയത്ത് തന്നെ ദുഷ്കരമായിരുന്നു, വളരെ മോശമായിരുന്നു. കാരണം കണ്ണിന് പ്രശ്നങ്ങളുണ്ട്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാൽ ചികിത്സ തുടരുന്നു ഇപ്പോഴും എന്നുള്ളതാണ് വനമന്ത്രി AK ശശീന്ദ്രൻ ഇക്കാര്യത്തിൽ ആദ്യമായാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അത് 24-നോടാണ് പ്രതികരിച്ചത്. ആ പ്രതികരണത്തിൽ പറയുന്നത് വിദഗ്ധരാണ് തീരുമാനിച്ചത്. ആ കാര്യത്തിൽ എനിക്കോ നിങ്ങൾക്കോ അഭിപ്രായം പറയാൻ സാധിക്കില്ല. പക്ഷേ മറ്റൊരു ഗുരുതരമായ കാര്യം കൂടി വനമന്ത്രി പറയുകയാണ്. കാരണം തീവ്ര സ്വഭാവത്തിൽ വനം വകുപ്പിനെതിരെ പ്രവർത്തിക്കുന്നവർ രംഗത്തുണ്ട് എന്നുള്ളത് കൂടി വനമന്ത്രി പറയുകയാണ്. അതായത് എക്സ്ട്രീം സ്വഭാവം എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച പദം. അത് മറ്റാർക്കോ വേണ്ടിയുള്ള അജണ്ടയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വനമന്ത്രി അതിനുശേഷം സംസാരിക്കുമ്പോൾ ചില ചാനലുകൾ ഉൾപ്പെടെ എല്ലാവരും ആ രീതിയിലുള്ള ശ്രമം നടത്തുന്നുണ്ട് വനമന്ത്രിക്കെതിരെ, അല്ലെ വനം വകുപ്പിനെതിരെ എന്നുള്ളതാണ്. കാരണം വനം സംരക്ഷിക്കണം, വന്യജീവികളെ സംരക്ഷിക്കണം, ഒപ്പം മനുഷ്യരുടെ സംരക്ഷണവും നടക്കണം. പക്ഷേ എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം താല്പര്യമെന്ന് പറഞ്ഞ് പരിസ്ഥിതിയുടെ പേരിൽ, ആനപ്രേമികളുടെ പേരിലൊക്കെ കള്ളപ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് വനം മന്ത്രി നമ്മളോട് പറഞ്ഞത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.